HSA ആസ്പിറൻസിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പക്ഷെ വളരെ കുറച്ച് മാർക്ക് മാത്രം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ജനറൽ ഭാഗത്ത് വരുന്ന 5 മാർക്കിന്റെ മെത്തഡോളജി ചോദ്യങ്ങൾ. 5 മാർക്കിൽ കൃത്യമായി പഠിച്ചു പോയാൽ തീർച്ചയായും ഔട്ട് ഓഫ് 5 3 മുതൽ 4 വരെ മാർക്ക് തീർച്ചയായും നമുക്ക് വാങ്ങാൻ സാധിക്കും. 5 എന്ന് ഞാൻ പറയാത്തത് അതൊരു നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാം ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങളെ ഒരു 3 മുതൽ 4 മാർക്ക് വരെ എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ചാനലിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും ഇതിനു മുൻപ് ചെയ്ത വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസും ഇന്ന് നമ്മൾ ചെയ്യുന്ന 20 ചോദ്യങ്ങളുണ്ട്, അതെല്ലാം PYQs ആണ്. എല്ലാം ഒരു ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാമിന് പോകുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് റിവൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Welcome to my channel Learn with Priyanka. First question നോക്കാം. ഏകദേശം 2016 2022 നടന്ന HSA പരീക്ഷകളിലെ മുൻകാല ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. First question. Robert Gagne's hierarchy of learning consists of, അതായത് നമ്മുടെ മെത്തഡോളജി ഭാഗത്ത് സിലബസിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സൈക്കോളജിസ്റ്റിന്റെ പോർഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടതെന്ന്. പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഓസ്ബർഗ്, ഗാഗ്നെ, ഗാർഡ്നർ, ഇത്രയും വ്യക്തികളെ കുറിച്ച് തീർച്ചയായും നമ്മൾ പഠിക്കണം. അതിൽ ഗാഗ്നയുടെ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങളാണ് ഇത്. റോബർട്ട് ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ ഏതൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കേ, ഏതൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആൻസർ? സിംബോളിക് ലേണിംഗ് അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ, സിംബോളിക് ലേണിംഗ് അതിനകത്ത് വരുന്നില്ല. തീർച്ചയായും ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഓരോ സ്റ്റേറ്റ്മെന്റും വായിച്ച് നമുക്ക് ഏതാണ് അറിയാമെന്നത് നോക്കുക. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ബിലോങ്സ് ടു ഗാഗ്നെസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. സോ ഇതുണ്ട്. കോമ്പിനേറ്ററിയൽ ലേണിംഗ് എന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് അല്ല. വെർബൽ അസോസിയേഷൻ ഉണ്ട്. ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയായിരിക്കും വരാറ്? സാധാരണ നമുക്കറിയാം അല്ലെ, സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, പിന്നെന്താ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, പ്രിൻസിപ്പിൾ ലേണിംഗ്, കോൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പിൾ ലേണിംഗ് ഓർ റൂൾ ലേണിംഗ്. അതുപോലെ അവസാനത്തെ ആളാണ് പ്രോബ്ലം സോൾവിങ്. അങ്ങനെ 8 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ളത് പ്രോബ്ലം സോൾവിങ് ആണ്. അത് ഒരുപാട് വട്ടം ചോദിച്ച ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്? 2, 5, 6. അത് നമ്മൾ ഓപ്ഷൻസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഗാഗ്നെ കുറിച്ച് തീർച്ചയായും വൺ ഓഫ് ദി HSAs ചോദിക്കാറുണ്ട്. HSA ഒരുപാട് സബ്ജക്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും HSAകളിൽ ഇനിയും നമുക്ക് ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇനി in a mathematics class, if a teacher uses sub skills such as movement, gestures, change in speech pattern and change in interaction style, then the teacher is using skill of demonstration, skill of illustrating with examples, skill of state induction, skill of stimulus variation. Actually ഇത് നമ്മുടെ മൈക്രോ ടീച്ചിങ് എന്ന ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യമാണ് അല്ലെ. മൈക്രോ ടീച്ചിങ്ങിലാണ് നമ്മൾ സ്കിൽസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന് കുറച്ച് സ്കിൽസ് നമുക്ക് പഠിക്കുന്നുണ്ട് അല്ലെ. സ്കിൽ ഓഫ് യൂസിങ് ബ്ലാക്ക് ബോർഡ്, സ്കിൽ ഓഫ് യൂസിങ് ഇൻട്രൊഡക്ഷൻ, സ്കിൽ ഓഫ് യൂസിങ് എന്താ പറയാ ക്വസ്റ്റ്യനിങ് സ്കിൽ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതില് ഈ ഒരു സിറ്റുവേഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഏതാണ്? ഇതിൽ പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ഇൻ സ്പീച്ച് പാറ്റേൺ. അപ്പൊ ഇങ്ങനെയൊക്കെ നീട്ടും കുറുക്കും ഒക്കെ ചെയ്ത് സംസാരിക്കുന്നതിന് എന്താ പറയാ? അതെ, skill of stimulus variation. So the answer is option D. Third question. Which of the following is not true in the case of revised Bloom's taxonomy? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? not എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ഓർത്ത് വയ്ക്കുക, തീർച്ചയായും നിങ്ങൾ ബ്ലൂംസ് ടാക്സോണമി പഠിച്ചു പോണം. അതില് കോഗ്നിറ്റീവ് ഡൊമൈനിന്റെ ഓൾഡ് വേർഷൻ അല്ലെ, ഓൾഡും ഉണ്ട് റിവൈസ്ഡ് വേർഷനും ഉണ്ട്. ഇത് രണ്ടും പഠിക്കണം. പിന്നെ അഫക്റ്റീവ് ഡൊമൈൻ ഒന്ന് പഠിച്ചു പോവുക. സൈക്കോമോട്ടോർ ഡൊമൈൻ മനസ്സിലാക്കി വെച്ചാലും മതി. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ കാണാറില്ല. എങ്കിലും ഈ രണ്ടെണ്ണം കോഗ്നിറ്റീവ് ഡൊമൈനിലെ ഓൾഡ് ആൻഡ് റിവൈസ്ഡും അഫക്റ്റീവ് ഡൊമൈനും തീർച്ചയായും പഠിക്കുക. ഇതിൽ നോട്ട് ട്രൂ ഇൻ ദി കേസ് എന്നാ ചോദിച്ചിരിക്കുന്നത്. Evaluation is no longer the highest level in the pyramid.
ഇവാലുവേഷൻ അല്ലേ ഹയസ്റ്റ് പിരമിഡ്, ശരിയല്ലേ? ഓൾഡ് എന്താണ് ടാക്സോണമി, റിവൈസ്ഡ് അല്ല കേട്ടോ ചോദിക്കുന്നത്. ഓൾഡ് വെച്ചിട്ട് ഇവാലുവേഷൻ അല്ല, ഓൾഡില് ഇവാലുവേഷൻ ആണ് അല്ലെ? ഓൾഡിൽ ഇവാലുവേഷൻ ആണെങ്കിൽ റിവൈസ്ഡില് ക്രിയേറ്റ് എന്നതാണ് ഹയർ ലെവൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവാലുവേഷൻ മീൻസ് നോ ലോങ്ങർ ദ ഹയസ്റ്റ് ലെവൽ ഇൻ ദ പിരമിഡ് എന്ന് പറയുന്നത് എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കാറ്റഗറി നെയിംസ് ആർ verbs instead of noun, ശരിയാണ്. Metacognition is added. Objectives are meant to describe learners behavior rather than thinking process. അതെന്താണ്? അത് ഒരു wrong statement ആണ്. അപ്പൊ not true എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇത് ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ബ്ലൂംസ് ടാക്സോണമിന്ന് മിക്കവാറും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആ വരാറുള്ളത്. ഇതൊരു അപ്ലിക്കേഷൻ ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Name the new approach to curriculum transaction which has heavily influenced by the teaching of Paulo Freire. നോക്കിക്കേ, പൗലോ ഫ്രയറിന്റെ കോൺസെപ്റ്റ് എപ്പോഴും ചോദിക്കുന്നത് സെറ്റ് എക്സാമിനാണ്. സെറ്റ് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത എക്സാം ഇതുവരെ നടന്നിട്ടില്ല. പൗലോ ഫ്രയർ വരുമ്പോ തന്നെ നമുക്ക് അറിയാം എന്താണ് ക്രിട്ടിക്കൽ പെഡഗോജിയാണ്. 2022 ശേഷം നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്രിട്ടിക്കൽ പെഡഗോജി ഞാൻ അധികം കണ്ടിട്ടില്ല. 2016 2022 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പൗലോ ഫ്രയറിന്റെ ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് എല്ലാവർക്കും അറിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. While teaching, a teacher neglects a child who needs specific inputs. This is a violation of. ഒരു ടീച്ചർ ഒരു കുട്ടിയെ മനഃപൂർവ്വം എന്താ പറയാ അവഹേളിക്കണമെങ്കിൽ എന്താ പറയാ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് ഏതിന്റെ വയലേഷൻ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ, ഇൻക്ലൂസീവ് പ്രിൻസിപ്പിൾ, മോട്ടിവേഷണൽ പ്രിൻസിപ്പിൾ, ട്രാൻസ്ഫോർമേറ്റീവ് പ്രിൻസിപ്പിൾ. നിങ്ങൾ എല്ലാവരും ആൻസർ പറഞ്ഞു കാണും. അതെ, ഇൻക്ലൂസീവ് പ്രിൻസിപ്പിൾ. ഇൻക്ലൂസീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രകാരം യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാ കുട്ടികളെയും ഒരുപോലെ കരുതണം എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലെ വയലേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് പ്രിൻസിപ്പിളിന്റെ വയലേഷൻ ആണ്. അക്കോർഡിംഗ് ടു പിയാഷെ's തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, which stage is appropriate for meaningful learning of counting in descending order? മീനിങ്ഫുൾ ലേണിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്ട് പെർമനൻസ് ഉള്ള ഒരു കാലാണ് അല്ലെ? ഒബ്ജക്ട് പെർമനൻസ് ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ പറയാ ഒരു സെൽഫ് സെന്റേർഡ്നെസ് ഒക്കെ ഉള്ള റിവേഴ്സിബിലിറ്റി ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് അല്ലെ? അപ്പൊ ഇത്തിരി കൂടി ലോജിക്കൽ തിങ്കിങ് ഒക്കെ വരുന്നത് എവിടെയാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അല്ലെ? ലോജിക്കൽ തിങ്കിങ് ഒക്കെ വരുന്നത് ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അവിടെ തന്നെ ആയിരിക്കും മീനിങ്ഫുൾ ലേണിംഗ്, ഡിസെൻഡിങ് ഓർഡർ, അസെൻഡിങ് ഓർഡർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ലോജിക്കൽ ലെവൽ തിങ്കിങ് വരുന്നത് എവിടെയാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അപ്പൊ ഇതിന്റെ ഒരു ഹയർ ലെവൽ, ഒരു സയന്റിഫിക് ടൈപ്പ് ഓഫ് ലേണിംഗ് ഒക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെയും ഒരു ഹയർ ലെവൽ ലേണിംഗ് വരികയാണെങ്കിൽ മാത്രമാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത്. അതൊരു അഡോളസെന്റ് പീരീഡിൽ വരുന്ന കാലഘട്ടമാണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെ 6 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി 7ാമത്തെ ചോദ്യം. Which one is not a characteristic? എപ്പോഴും ഇങ്ങനത്തെ നോട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. Not a characteristic of essay type question. ഏതാണ് essay type questionന്റെ എന്താ പറയാ ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്? റെഡ്യൂസ് ഗസ് വർക്ക് ശരിയാണ്. ഒബ്ജക്റ്റീവ് ആണെങ്കിൽ എന്താണ്? ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഗസ് വർക്ക് റെഡ്യൂസ് ചെയ്യുന്നു. മെഷേഴ്സ് എബിലിറ്റി ടു ഓർഗനൈസ് ഡാറ്റ കറക്റ്റ് ആണ്. ബെറ്റർ കണ്ടന്റ് കവറേജ് ശരിയാണ്. ബെറ്റർ കണ്ടന്റ് സാമ്പിളിംഗ് ശരിയാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി എ ടീച്ചർ ടീച്ചേഴ്സ് ദ പ്രൊസീജിയർ of subtraction of numbers through small steps so that the learner can work on subtraction independently. This is an example of. നോക്കിക്കേ, എന്താ പറയുന്നത്? ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു? കുട്ടികളെ സഹായിച്ച് അവസാനം കുട്ടികൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുന്നു. സ്കീമ ഫോർമേഷൻ ആണോ ഇവിടെ ഉള്ളത്? അല്ല, അത് പിയാഷെയുടെ കോൺസെപ്റ്റ് ആണ്. അതല്ല ഇവിടെ. ഹയറാർക്കി ഓഫ് ലേണിംഗിൽ ഏതെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഡിസ്കവറി ലേണിംഗ് ആണോ? കുട്ടി തനിയാണോ ചെയ്യുന്നത്? അല്ല, വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടീച്ചർ ആണ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്?
ആക്ച്വലി കുട്ടി എവിടെ നിൽക്കുന്നു? കുട്ടിയുടെ ആക്ച്വൽ ഡെവലപ്മെന്റിൽ നിൽക്കുമായിരുന്നു അല്ലെ? അങ്ങനെ പിന്നീട് കുട്ടി എന്ത് ചെയ്തു? കുട്ടിയുടെ പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റിൽ എത്തുകയാണ്. കുട്ടിക്ക് തനിച്ച് എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുന്നു. ആരുടെ ഹെൽപ്പോട് കൂടി? ആ ഒരു MCO എന്താണത്? അതായത് മോർ നോളേജബിൾ അതർ എന്ന അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ ഒരു സ്കാഫോൾഡറുടെ ഹെൽപ്പോട് കൂടി ആ കുട്ടി അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റിൽ എത്തുകയാണെങ്കിൽ ഇതിനെ എന്താ പറയാ? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. വൈഗോട്സ്കിയുടെ കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. Okay, the learner will be able to interpret the given graph is an objective set by a teacher. As per revised Bloom's taxonomy, it belongs to എന്താണ്? ഒരു ഗ്രാഫ് ഇന്റർപ്രറ്റ് ചെയ്യണം. ഗ്രാഫ് ഇന്റർപ്രറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഗ്രാഫിനെ എന്ത് ചെയ്തിട്ടാണ് നമുക്കൊരു ഡാറ്റ കിട്ടുന്നുണ്ടാവുക? വളരെ എളുപ്പമാണ് അല്ലേ? വിത്തൗട്ട് എന്താ ഓപ്ഷൻ നമുക്ക് പറയാം അനലൈസ് ചെയ്തിട്ട് ഗ്രാഫ് അനലൈസ് ചെയ്തിട്ടായിരിക്കും എത്തുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എന്തായിരിക്കും വരിക? നോക്കിക്കേ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി Kurt Lewin contributed significantly in the development of ഏതാണ്? അതെല്ലാവർക്കും അറിയാം, ആക്ഷൻ റിസർച്ച് ആണ്. അതായത് ആദ്യമായിട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തി Kurt Lewin ആണ്. Okay. ഇനി which characteristic of a good evaluation tool is connected to internal consistency of the items? എപ്പോഴും ക്വസ്റ്റ്യനിൽ ഒരു കീവേഡ് കിടക്കുന്നുണ്ടാവും. ഇവിടത്തെ കൺസിസ്റ്റൻസി എന്നുള്ളതാണ് നമ്മളെ ആൻസറിലേക്ക് കണക്ട് ചെയ്യുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു റിലയബിൾ ടെസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? റിലയബിലിറ്റി എന്നതാണ്. ഓക്കെ, കൺസിസ്റ്റന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് റിലയബിൾ ടെസ്റ്റ് ആണ്. So the answer is option B, reliability. ഇനി what type of reinforcement is used by a teacher when she allowed a naughty child in her class whom she had forcefully seated in the front bench to sit with his friends when he behaved well in the class? നമ്മൾ എപ്പോഴും ചെയ്യൂലേ ക്ലാസ്സിലൊക്കെ? എന്തെങ്കിലും വികൃതി കാണിക്കുന്ന കുട്ടിയെ പിടിച്ച് ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്തും. ബാക്ക് ബെഞ്ചേഴ്സിനെ ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്തി അതിലും വലിയൊരു പനിഷ്മെന്റ് ഇനി കൊടുക്കാനില്ല അല്ലെ? പനിഷ്മെന്റിനെ സ്കിന്നർ ഏത് പേരിലാണ് പറയുന്നത്? ഏത് പേരിലാണ് സ്കിന്നർ പറയുന്നത്? പറഞ്ഞേ. സ്കിന്നർ എന്ന വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. മോട്ടിവേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരാളാണ് എന്ത്? റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ സ്കിന്നറെ ഓർക്കണം. റീഇൻഫോഴ്സ്മെന്റ് ഈസ് in two types. ഏതൊക്കെയാണ്? ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് അതർ ഈസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? മോനെ വെരി ഗുഡ്, നീ ചെയ്തത് നല്ല കാര്യമാണ്, ഇതുപോലെ തന്നെ ചെയ്തോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ, കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റം പുകഴ്ത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതേസമയം ഏതെങ്കിലും ആ കുട്ടിക്ക് വേദനാജനകമായതോ ആ കുട്ടിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആ കുട്ടിയിൽ അടിച്ചേൽപ്പിച്ചാൽ അതിനുശേഷം ആ കുട്ടി നന്നായി പെരുമാറുമ്പോൾ അതെന്ത് ചെയ്യാ? വിഡ്രോ ചെയ്യാം. ആ ഒരു സിറ്റുവേഷനെ വിഡ്രോ ചെയ്താൽ അതിനെ എന്ത് പറയുന്നു? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നു. ഇവിടെ എന്ത് ചെയ്തു? ടീച്ചറെ കുട്ടിയെ വഴക്ക് പറഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല, പകരം എന്ത് ചെയ്തു? കുട്ടിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടുള്ള ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്തുക എന്നത് ചെയ്തു. കുട്ടി നന്നായി പെരുമാറിയപ്പോ അതെന്ത് ചെയ്തു? മാറ്റി വീണ്ടും പുറകോട്ട് പോവാൻ സമ്മതിക്കുകയാണ്. അതായത് കുട്ടിയിൽ ഇഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് പിന്നീട് അത് വിഡ്രോ ചെയ്യുന്നു. അപ്പൊ അതേതാണ്? അതെ, the answer is negative reinforcement. Very good. Repeating the question. Theory of conservation comes under which stage of cognitive development according to Jean Piaget? നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ് കൺസർവേഷൻ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ലോജിക്കൽ റീസണിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. നിങ്ങൾക്ക് ഞാനിത് പേർപ്പസ്ഫുള്ളി റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവന്നതല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. സോറി, പേർപ്പസ്ഫുള്ളി കൊണ്ടുവന്നത് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാല് പിയാഷെയുടെ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നത്. വരാത്തതായിട്ട് വളരെ ചെറിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സേ ഉള്ളൂ. പ്രത്യേകിച്ച് റീസൺ 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരെ പിയാഷെയുടെ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായും കയറി വരുന്നുണ്ട്. അപ്പൊ ആ ഭാഗം നന്നായി തന്നെ പഠിച്ചു പോവാം. ഓക്കെ. 14. Two statements are given below regarding diagnostic test. അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ഞാൻ പറഞ്ഞു ഓൾറെഡി, ഇവാലുവേഷൻ ഒക്കെ പഠിക്കണം എന്ന്. അതിന്റെ ഭാഗത്ത് വരുന്നതാണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണ്? It is conducted to evaluate all students in the class
അതുപോലെ തന്നെ അടുത്ത എന്താണ് സ്റ്റുഡൻസ് ആർ അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. ഏതാണ് അതിന്റെ കറക്റ്റ് ആൻസർ? എന്താണ്? ഇറ്റ് ഈസ് കണ്ടക്ടഡ് ടു ഇവാലുവേറ്റ് ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ആണോ? ഡയഗ്നോസിസ് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ ഡോക്ടർ എന്താ ചെയ്യുക? ഡയഗ്നോസിസ് ചെയ്യുക അല്ലെ? ഡയഗ്നോസിസ് എന്തിനാണ്? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാനല്ലേ, അല്ലാതെ ഇവാലുവേറ്റ് ചെയ്യാനാണോ? അല്ല. അപ്പൊ ഇത് റോങ് ആണ്. സ്റ്റുഡൻസ് ആർ അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. അതെ, അവർക്ക് എന്ത് ലഭിച്ചിട്ടില്ല, അവരുടെ പ്രോബ്ലം എന്താണ് അറിയാനുള്ള ടെസ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഒരാൾക്ക് എന്ത് ലഭിച്ചു എന്ന് അറിയാനുള്ള ടെസ്റ്റ് അച്ചീവ്മെന്റ് ടെസ്റ്റും, ആ കുട്ടിക്ക് എന്ത് ലഭിച്ചില്ല എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് മാത്രം ഡോക്ടർ എന്ത് ചെയ്തു? ഡയഗ്നോസ് ചെയ്തിട്ട് പ്രിസ്ക്രൈബ് ചെയ്യൂല ഒരു മെഡിസിൻ. ഇവിടെ ടീച്ചർ എന്താ കൊടുക്കേണ്ടത്? ടീച്ചർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കഴിഞ്ഞാൽ ഒരു റെമഡിയൽ ടീച്ചിങ് കൊടുക്കണം. സോ ദിസ് ഈസ് ദി ആൻസർ. എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ്ങും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റും ആണ്, വിച്ച് ഈസ് അവർ ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി which of the skills can be called as productive skills? ഏതിനെയാണ് productive skills എന്ന് പറയാം? നോക്കിക്കേ, listening and speaking, speaking and writing, reading and writing, listening and reading. ഏതാണ്? സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ്. ഇതൊരു എന്താ പറയാ, ഒരു ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് HSA ഇംഗ്ലീഷിന് ചോദിച്ച ചോദ്യമാണെന്നാണ് എൻ്റെ ഒരു ഊഹം. ഓക്കെ, ഇനി അടുത്തത്, which of the following cannot be considered as an aim of CCE? ഇവിടെ നോക്കിക്കേ, cannot be ആണ്. CCE എന്ന് വെച്ചാൽ എന്താ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. emphasizing continuity and regularity of assessment. ഇനി മേക്കിംഗ്, അത് ശരിയല്ലേ, കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ അസസ്മെന്റ് ആണ്. മേക്കിംഗ് ഇവാലുവേഷൻ ഓൺ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ലേണിംഗ് ത്രൂ ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ ടീച്ചിങ് ഇസ് കറക്റ്റ്. ensuring all round development of students including cognitive, affective and psychomotor domains is correct. ഇനി regarding the scores obtained by learners in their annual examination ആണോ? അതിൽ മാത്രം നോക്കുന്നതാണോ? അല്ല. സോ not the ഒരു consider as an aim എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സോ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Some of the famous learning theories and its proponents are given below. Match them appropriately. എല്ലാവർക്കും അറിയാം. എന്താണ്? നോക്കിക്കേ, ജീൻ പിയാഷെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ആണ്. വൈഗോട്സ്കി ഏതാണ്? സോഷ്യോ കൾച്ചറൽ തിയറി ആണ്. അടുത്തത് തോണ്ടേക്ക്, കോഹ്ലർ എന്ന് പറയുന്നത് ഏതുമായിട്ടുള്ളതാണ്? കോഹ്ലർ ഇൻസൈറ്റ് തിയറി ആണ്. തോണ്ടേക്ക് ട്രയൽ ആൻഡ് എറർ തിയറി ആണ്. അപ്പൊ അത് ഏതാണ്? നോക്കിക്കേ, which is option C. ശരിയല്ലേ? 17th ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, combination of both face-to-face and traditional classroom methods with e-learning is used to create a hybrid approach or to learning. Which type of learning is referred here? എന്താണ്? ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമും ഈ ലേണിംഗും കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ്. ഇനി എന്തായിരിക്കും പറയുക? അതെ, ബ്ലെൻഡഡ് ലേണിംഗ്. എന്താണ്? രണ്ട് മെത്തേഡും കൂടി ബ്ലെൻഡ് ചെയ്ത് നടത്തുന്നതാണ്. സോ ദിസ് ഈസ് നോൺ ആസ് ബ്ലെൻഡഡ് ലേണിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് പെഡഗോജിക് അനാലിസിസ്? ഈ നോട്ടൊക്കെ എപ്പോഴും നോക്കണേ, അല്ലെങ്കിൽ വിട്ടുപോകും. The sole objective of pedagogical analysis is to make teaching learning process more scientific, effective and impressive. Correct ആണ്. Evaluation is not a part of pedagogic analysis. It is the analysis done by the teacher. Correct ആണ്. Content analysis is the main aspect of pedagogic analysis. Correct ആണ്. അപ്പോൾ ഇതിൽ wrong ഏതാണ്? ഇതാണ്. So the answer is option B. The last question, meaningful teacher movements are emphasized in the skill of എന്തായിരിക്കും? meaningful movements. ഒരു കുട്ടി ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുകയെന്ന് വിചാരിക്കാം. ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും നമ്മള്? ഒന്ന് ഒരു പറയുന്ന കാര്യം എന്ത് ചെയ്യണം? മീനിങ്ഫുൾ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഇത്തിരി നീട്ടി പറയുമ്പോ പെട്ടെന്ന് ഉറക്കത്തിന് എന്ത് ചെയ്യും? ഇങ്ങനെ ഞെട്ടി ഉണരും അല്ലെ? അതുപോലെ വല്ലാതെ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ ടീച്ചർ പെട്ടെന്ന് സൈലന്റ് ആയി നിൽക്കും. അപ്പോഴും എന്താണ് അവിടെ? ഒരു എന്താ പറയാ, അറ്റൻഷൻ സീക്കിംഗ് ആണ് അതൊക്കെ. അതൊക്കെ എന്താണ്? ടീച്ചറുടെ സ്റ്റിമുലസ് വേരിയേഷൻ ആണ്. എന്താണ്? സ്റ്റിമുലസ് വേരിയേഷൻ ആണ്. അപ്പൊ HSAക്ക് ചോദിച്ച 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ വീണ്ടും ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.